ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് വൈഷ്ണവ്. ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യൂസ് ഡിലീറ്റിനെ കുറിച്ചിട്ടാണ്. ക്യൂ ഡിലീഷൻ ഇൻ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ. ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ക്യൂ, 2 pointers front and rear are maintained to store the address of the first and last linked list nodes. അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് നോഡ്സിലെ ഫസ്റ്റിലും ലാസ്റ്റിലും അഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫ്രണ്ട് ആൻഡ് റിയർ പോയിൻറ്റേഴ്സാണ്. ടു ഡിലീറ്റ് ആൻ എലമെൻറ്റ് ഇൻ ദീസ്, ഒരു എലമെൻറ്റ് ഇതിൽ നിന്ന് ഡിലീറ്റ് ആക്കണമെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അഡ്രസ് ഓഫ് ദി നോഡ് ഐഡൻറ്റിഫൈഡ് ബൈ ഫ്രണ്ട്, അതായത് നോഡിൻ്റെ അഡ്രസ്സ് ഐഡൻറ്റിഫൈഡ് ബൈ ഫ്രണ്ട് പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യണ അഡ്രസ്സിൻ്റെ പ്രകാരമായിരിക്കും അതിൻ്റെ ഇംപ്ലിമേഷൻ. പോയിൻറ്റേഴ്സ് ഈസ് സ്റ്റോർഡ് ഇൻ എ ടെമ്പററി പോയിൻറ്റ് ടെമ്പ്. ഇറ്റ് ക്യാൻ ബി പെർമനൻ്റ്ലി ഡിലീറ്റഡ് ബൈ യൂസിങ്, ഇത് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ബൈ യൂസിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്പെസിഫിക് ഫങ്ഷൻ മെമ്മറി ഡിലൊക്കേഷൻ മെത്തേഡ്സ് ലൈക്ക് ഫ്രീ ഇൻ സി. ഇത് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ചില മെത്തേഡ്സ് യൂസ് ചെയ്യണം, ലൈക്ക് ഫ്രീ ഇൻ സി. അതിൻ്റെ ഒരു മെത്തേഡാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോയിൻ്റർ ഈസ് അപ്ഡേറ്റഡ്, അത് നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം. Deleting a node from the beginning of the list is the simplest operation of all. ബാക്കിയുള്ള ഓപ്പറേഷൻസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിലീറ്റിംഗ് ഓഫ് നോഡ്, ബിഗിനിങ്ങിലുള്ള ഒരു നോഡ് ഡിലീറ്റ് ആക്കുന്നതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഓപ്പറേഷൻ. ഇറ്റ് ജസ്റ്റ് നീഡ് എ ഫ്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ നോഡ് പോയിൻറ്റേഴ്സ്. നോഡ് പോയിൻറ്റേഴ്സ് നേരത്തെ പറഞ്ഞ 2 പോയിൻറ്റേഴ്സിലുള്ള ഏതെങ്കിലും നോഡിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുന്നതിന് ഫലമായിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സിൻസ് ദ ഫസ്റ്റ് നോഡ് ഓഫ് ദി ലിസ്റ്റ് ഈസ് ടു ബി ഡിലീറ്റഡ്, ദെയർഫോർ വി ജസ്റ്റ് നീഡ് ടു മേക്ക് ദ ഹെഡ് പോയിൻ്റ് ടു ദ നെക്സ്റ്റ് ഓഫ് ദി ഹെഡ്. ഇപ്പോൾ ഒരു ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു നോഡ് ഡിലീറ്റ് ആക്കിയാൽ തന്നെ നീഡ് ടു മേക്ക് എ ഹെഡ് പോയിൻ്റ് ടു ദ നെക്സ്റ്റ് ഓഫ് ദി ഹെഡ്. ടു ഡിലീറ്റ് എ നോഡ് ഫ്രം ദി ലിങ്ക്ഡ് ലിസ്റ്റ് വി നീഡ് ടു ഡു ദ ഫോളോയിങ് സ്റ്റെപ്സ്. അതായത് ഒരു നോഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ബിഗിനിങ്ങിലുള്ളതാണെങ്കിൽ ഏതെങ്കിലും ഒരു നോഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ അടിയിലുള്ള പോയിൻറ്റ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് വണ്ണാണ് ഫൈൻഡ് ദ പ്രീവിയസ് നോഡ് ഓഫ് ദി നോഡ് ടു ബി ഡിലീറ്റഡ്. അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ പ്രീവിയസ് നോഡ് കണ്ടെത്തുക. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ചേഞ്ച് ദ നെക്സ്റ്റ് ഓഫ് ദി പ്രീവിയസ് നോഡ്. പിന്നെ തേർഡ് ഫ്രീ മെമ്മറി ഫോർ ദി നോഡ് ടു ബി ഡിലീറ്റഡ്. നോഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീ മെമ്മറി. ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് നോഡ് വിൽ ബി ഡിലീറ്റഡ് ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസിങ് ക്യൂ? In the linked list representation of a queue, 2 pointers front and rear are maintained to store the address of the first and last linked list nodes. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ തന്നെ ഫ്രണ്ട് ആൻഡ് റിയർ എന്ന് പറഞ്ഞ നോഡ്സാണ്. ഇതിൻ്റെ അഡ്രസ്സ് എല്ലാം സ്റ്റോർ ദി അഡ്രസ്സ് ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റ് നോഡ്സ്. എല്ലാ അഡ്രസ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ 2 നോഡ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നതും. ടു ഡിലീറ്റ് ആൻ എലമെൻറ്റ് ഇൻ ദിസ് ഇംപ്ലിമെൻറ്റേഷൻ, തുടക്കത്തിൽ തന്നെ ഡിസ്കസ് ചെയ്ത പോലെ, ടു ഡിലീറ്റ് ആൻ എലമെൻറ്റ് ഇൻ ദിസ് ഇംപ്ലിമെൻറ്റേഷൻ ദ അഡ്രസ് ഓഫ് ദി നോഡ് ഐഡൻറ്റിഫൈഡ് ബൈ ഫ്രണ്ട് പോയിൻ്റർ നോഡ് ഐഡൻറ്റിഫൈ ചെയ്ത അഡ്രസ് പോയിൻ്റർ ഈസ് സ്റ്റോർഡ് ഇൻ ടെമ്പററി പോയിൻ്റർ ടെമ്പ്. ടെമ്പററി പോയിന്റിൽ സ്റ്റോർ ചെയ്യും, അത് ടെമ്പ് എന്നാണ് കോൾ ചെയ്യുക. അതിനോട് നോട്ട് ചെയ്തൊക്കെ ഒരു ഇതിനാസ്പദമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് അതിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രാം, അതിൻ്റെ ഒരു മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. ബിഫോർ ഡിലീറ്റിംഗ് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് എ ക്യൂ, അതാണ് ആദ്യം കാണിച്ചിരിക്കുന്നൊരു ഡയഗ്രാം. അതിൻ്റെ സ്റ്റെപ്സ് പോലെയാണ്. ഫ്രണ്ട് റിയർ 2 നോഡ്സാണ് ടോപ്പിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത് കാണിച്ചിരിക്കുന്നതാണ് ആഫ്റ്റർ ഡിലീറ്റിംഗ് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ക്യൂ, ടെമ്പ് ഈക്വൽ ടു ഫ്രണ്ട്, ഐറ്റം ഈക്വൽ ടു ഫ്രണ്ട്. അതിൽ ടെമ്പ് എന്നുള്ളൊരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഡയഗ്രാമാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. Deletion operation removes the element that is first instead among
എമംഗ് ഓൾ ദി ക്യൂ എലമെൻറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി, ഓപ്പറേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡിലീഷൻ ഓപ്ഷൻ. ഫസ്റ്റ്ലി വി നീഡ് ടു ചെക്ക് ചെയ്താൽ ദ ലിസ്റ്റ് ഈസ് എംപ്റ്റി ഓർ നോട്ട്. ആദ്യം ഇത് ഡിലീഷന് മുമ്പ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം ആ ലിസ്റ്റ് എംപ്റ്റി ആണോ അതോ എംപ്റ്റി ആണോ അല്ലയോ എന്ന്. ദ കണ്ടീഷൻ ഫ്രണ്ട് ഈക്വൽ ടു നൾ ബിക്കം ട്രൂ ഇഫ് ദ ലിസ്റ്റ് ഈസ് എംപ്റ്റി. ഈ കണ്ടീഷൻ പറഞ്ഞത് പിന്നെ ഫ്രണ്ട് ഈക്വൽ ടു നൾ ബിക്കംസ് ട്രൂ, ലിസ്റ്റ് എംപ്റ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദിസ് കേസ് വി സിംപ്ലി റൈറ്റ് അണ്ടർഫ്ലോ ഓൺ ദ കൺസോൾ ആൻഡ് മേക്ക് എക്സിറ്റ്. അതർവൈസ് വി വിൽ ഡിലീറ്റ് ദ എലമെൻറ്റ് ദാറ്റ് ഈസ് പോയിൻറ്റഡ് ബൈ ദ പോയിൻ്റർ ഫ്രണ്ട്. ഇത് അങ്ങനെ ചെയ്യാതെ നമ്മൾ ഡിലീറ്റ് ചെയ്തൊക്കെയാണെങ്കിൽ ഇത് പോയിൻ്ററിനോട് വെച്ച് പോയിൻറ്റഡ് ആയിട്ട് എടുത്ത് കാണിക്കും. ഫോർ ദിസ് പർപ്പസ് കോപ്പി ദ നോഡ് പോയിൻറ്റഡ് ബൈ the front pointer into the pointer ptr. For this purpose copy the node pointed by the front pointer into the pointer ptr. Now shift the front pointer, അതായത് ഈ പർപ്പസിന് നോഡ് പോയിൻ്റർ കോപ്പി ചെയ്തിട്ട് ഫ്രണ്ട് പോയിൻ്ററിൽ ഇത് കോപ്പി ചെയ്യുക. നൗ ഷിഫ്റ്റ് ദ ഫ്രണ്ട് പോയിൻ്റർ പോയിൻ്റ് ടു ഇറ്റ്സ് നെക്സ്റ്റ് നോഡ് ആൻഡ് ഫ്രീ ദ നോഡ് പോയിൻറ്റഡ് ബൈ ദ നോഡ് പി ടി ആർ. ദിസ് ഈസ് ഡൺ ബൈ യൂസിങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ആ പ്രോഗ്രാമിങ്ങിൽ ചെയ്യാനുള്ളൊരു മെത്തേഡാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് അനുസരിച്ച് അതിൽ ഡിലീഷന് മുമ്പ് ചെയ്യേണ്ടതാണ്. ഈ ഒരു മെത്തേഡ് നോക്കി വെക്കുക. ഡിലീഷൻ ഓപ്പറേഷൻ റിമൂവ് ദ എലമെൻറ്റ്സ്. ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇത് നേരത്തെ പറഞ്ഞ അതേ ഒരു കാര്യമാണ്. ഇതൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതാൻ വേണ്ടി ഞാൻ ഒന്നും പാടെ ഇവിടെ വെച്ചതാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു നോട്ട് ഇതിൻ്റെ ഒരു ബേസിക് ഡിലീറ്റ് ക്യൂ ആൻഡ് ഫ്രണ്ട്. ദിസ് പ്രൊസീജിയർ ഡിലീറ്റ്സ് ആൻ എലമെൻറ്റ് ഫ്രം എ ക്യൂ ആൻഡ് അസൈൻ ഇറ്റ് ടു ദ വേരിയബിൾ ഐറ്റം. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൽ ചെയ്യുമ്പോൾ ഇതൊരു ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാവരും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു മെത്തേഡിലായിരിക്കും പ്രോഗ്രാമിങ്ങിൽ നമ്മൾ അൽഗോരിതം ടൈപ്പ് ചെയ്യേണ്ടത്. ഇത് ഒരു ക്യൂവിൽ നിന്ന് ഒരു ഇത് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ്. ഇത് എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 4 സ്റ്റെപ്സ് ആണുള്ളത്. താങ്ക് യു. പോർഷൻസ് ഇത്ര ഷോർട്ടാക്കിയിട്ടാണ് എടുത്തത്. താങ്ക് യു ഓൾ.